രാവിലെ 6 മണിക്ക് കുമളിയിലെത്തി മംഗളാദേവി ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ നല്ല തിരക്കാണ്, നല്ല ക്യൂ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കുമളിയിൽ നിന്ന് 16 കിലോമീറ്റർ അകലെ കാടിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ട് ട്രിപ്പ് ജീപ്പിന് പോകാനുള്ളവരുടെ തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ. രാവിലെ 6 മണിക്ക് തന്നെ 1 കിലോമീറ്ററോളം ക്യൂ നീങ്ങിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടുന്ന് നടന്നു പോകുന്നവരും ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഇപ്പോൾ ടൈം 7 മണി ആവാറായിട്ടുണ്ട്. എന്നാലും തിരക്കിന് യാതൊരു കുറവുമില്ല, ക്യൂ ഒട്ടും നീങ്ങുന്നുമില്ല. ഞങ്ങളൊന്ന് ഇപ്പോഴും നിൽപ്പാണ്. ഇവിടെ തിരക്കെങ്ങനെ ഉണ്ടാ? ഒന്നിങ്ങനെ തൊടാൻ പറ്റുമോ നോക്കുന്നു, കൊണ്ട ചെല്ലാൻ പറ്റുമെന്ന്. 1 മണിക്കൂറായിട്ട് നമ്മൾ നിന്നോടത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്നെ ഒന്ന് പോയി നോക്കാം, അവിടെ എന്നാ സംഭവിക്കുന്നത് അറിയാമല്ലോ. ക്യൂ എന്നാ നീങ്ങുന്നില്ലാത്തൊന്ന് നോക്കിയിട്ട് വരണം. രാവിലെ കയറിപ്പോയ ട്രിപ്പ് പീപ്പിൾ തിരിച്ചെത്തിയിട്ടില്ല. പിന്നെ ക്യൂ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞു മറിഞ്ഞ് എല്ലാവരും അലമ്പോട്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. നമുക്ക് നല്ല താമസമുണ്ട്. പോലീസുകാരൊക്കെ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഈ തിരക്ക് നിയന്ത്രിക്കാനായിട്ട്. അങ്ങനെ 2 മണിക്കൂറത്തെ നിൽപ്പിന് ശേഷം ഞങ്ങൾ നടന്നു പോകാനുള്ള തീരുമാനത്തിലെത്തി. നമ്മൾ തനിച്ചല്ല കേട്ടോ. കയറ്റം തുടങ്ങിയിരിക്കുകയാണ്. കയറ്റം നമ്മുടെ കോട്ടയത്ത് നിന്ന് ചങ്ക് ബ്രോ പൊന്നിച്ച അവൻ ചെറിയ സ്റ്റെപ്പ് വെച്ച് കയറാൻ വേണ്ടിയുള്ള കയറ്റമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ സ്റ്റെപ്പ്, ചെറിയ ഷോർട്ട് സ്റ്റെപ്പ് ഉണ്ട്, അതാണ് അവൻ്റെ ചെറിയ സ്റ്റെപ്പ്. ഇനി കാടും മേടും താണ്ടി കാനനത്തിലൂടെയുള്ള യാത്ര. ഇത് കണ്ടോ, ഇവിടെ നോക്കി. ഇത് കാടല്ലായിരുന്നു, പണ്ടേ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനായി മാറേണ്ട സ്ഥലമായിരുന്നു കേട്ടോ. ഇത് രസമാണ്. തുടക്കത്തിലെ ആവേശം ചെറുതായിട്ട് കുറയുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഇതാ കാണുന്ന മലയുടെ ഏറ്റവും ടോപ്പിലാട്ടോ ക്ഷേത്രം. അവിടെ വരെ എത്തണം, നടക്കാനുണ്ട് ഇനിയും കുറേ. മലയുടെ പകുതി കയറി കഴിയുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. ഇത് അവിടെ നിന്നാണ് നമ്മൾ നടന്നു തുടങ്ങിയതെന്ന് തോന്നുന്നു. അവിടെ നോക്കി എത്ര പേരാ നടന്നു വരുന്നതെന്ന്. ഒരാവേശത്തിന് എടുത്തു ചാടിയതാണ്, ഇപ്പൊ തിരിച്ചു കയറാൻ സാധിക്കുന്നില്ല. ഈ മലയുടെ ടോപ്പിലെത്തിയിട്ടാ ലാസ്റ്റ് കാണുന്ന മലയുടെ അവിടം വരെ എത്തണം കേട്ടോ, അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ ലാസ്റ്റത്തെ ഈ കയറ്റം കൂടെ ആകുമ്പോണ്ടല്ലോ തൂപ്പാടെത്തുന്നുണ്ട്. പിന്നെ തോറ്റു പോകുള്ളൂ. നമ്മുടെ ചെറിയ സ്റ്റെപ്പുകാരൻ ഇവിടെ കിടപ്പുണ്ടേ. അവൻ്റെ അടപ്പ് തീർച്ച കിടക്കുന്ന കിടപ്പ് കണ്ടോ ഗായ്സ്. നോക്ക്, വെട്ടിയിട്ട വായത്തണ്ട് പോലെ. ആ കാണുന്ന മലയിലൂടെയാണ് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ നടന്നു കയറി വരുന്നത്. ആ വഴി കണ്ടോ. 4 വീൽ വണ്ടികളുണ്ടെങ്കിൽ നമുക്ക് തന്നെ വണ്ടി കൊണ്ട് കയറി വരാം കേട്ടോ. അതിന് പാസ് കിട്ടും ഇവിടെ. ഈ പോകുന്നതിൽ കുറേയേറെ വണ്ടികൾ, ഈ ടാക്സി വണ്ടികളും അല്ലാത്ത വണ്ടി ആൾക്കാർ തന്നെ കൊണ്ടുവന്ന വണ്ടികളും ഉണ്ട് കേട്ടോ. 4 വീൽ വണ്ടികൾക്ക് മാത്രമേ പാസ് കിട്ടത്തുള്ളേ. നോക്കി എത്രമാത്രം ജനങ്ങളാണ് നടന്നു വരുന്നതെന്ന്. ഇന്ന് അന്തരീക്ഷത്തിൽ കാർമേഘം ഉള്ളത് കൊണ്ട് വെയിലിന് അല്പം കുറവുണ്ട്. ചൂടിന് വരെ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ വെയിൽ കുറവുണ്ട്, അത് തന്നെ ആശ്വാസം. നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വെളുപ്പിനേ വരണം, തലേദിവസം വന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു ഉച്ച 6 വന്ന് അവിടുന്ന് ട്രിപ്പ് ജീപ്പിന് കയറി പോരുവാണെങ്കിൽ വലിയ തിരക്കില്ലാണ്ട് പോരാൻ പറ്റും കേട്ടോ. ഇത് രാവിലെ വന്ന് അങ്ങനെ വന്ന് നിന്നിട്ട് കാര്യമില്ല, നമ്മൾ മടുക്കുന്നുള്ളതല്ലാണ്ട് വേറെ ഒരു ഗുണവുമില്ല. ഇവിടെ നോക്കിയാൽ ഉള്ള തമിഴ്നാടിൻ്റെ വ്യൂ ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ക്യൂ ആവും കേട്ടോ, നല്ല തിരക്കായി. ട്രിപ്പ് ജീപ്പിൽ വന്നവരും നടന്നു വരുന്നവരും എല്ലാം ഒരുമിക്കുന്ന സമയമാണ് ഇനി. തമിഴ്നാടൻ ഫുഡ് വിതരണം ഉണ്ട് കേട്ടോ, അതിൻ്റെ ഇടയ്ക്കുള്ള ഇതിൽ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ക്യൂ ആണ്. നടന്നു വന്നവരും വണ്ടിക്ക് വന്നവരും എല്ലാം ഒരുമിച്ച് പോകുന്നതിന്